റിഗ്രറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും റിഗ്രറ്റ് ഉണ്ട്. ഞാൻ കാണിച്ച വൻ തെറ്റാണ്. ഞാൻ കുറെ തെറ്റുകൾ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നിങ്ങളോട് തുറന്ന് സമ്മതിച്ച് ഞാൻ ഓപ്പൺ അടിച്ച് പറയുവാട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈവൻ ഗൈസ് ഒരവസ്ഥയിൽ ഞാൻ തന്നെ ഗ്യാമ്പിൾ ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രോഫിറ്റ് നോക്കിക്കേ ഇന്നത്തെ എന്റെ ഹൃദയത്തോട്ട് പറയാണ്, ഐ ആം റിയലി സോറി. ഞാൻ കാരണം ആർക്കെങ്കിലും കർമ്മ ഈസ് എ ഫക്കിംഗ് ബിച്ച് അത് തിരിച്ചടിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. നോർമലി കുറെ ആൾക്കാരുടെ ജോലി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാര്യം നമ്മുടെ പ്രോഫിറ്റ് ഫേക്ക് ആണെന്നൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. പൈസ ഇല്ലെങ്കിലേ ഒരു പട്ടി നമുക്ക് വില തരത്തില്ല. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു അപ്പോളജി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറെ തെറ്റുകൾ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നിങ്ങളോട് തുറന്ന് സമ്മതിച്ച് സംസാരിക്കണം, എനിക്ക് ഒന്ന് കണക്ട് ആവണം നിങ്ങളുമായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് മുമ്പായിട്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ ഇപ്പൊ എവിടെയാണ്, നിങ്ങൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ നിർത്തി, അതാ യൂട്യൂബ് വിട്ടാ, യൂട്യൂബ് ടെർമിനേറ്റ് ആയി പോയോ, എന്താണ് സീൻ, എന്താ ബ്രോ നിങ്ങളെ കുറിച്ച് ഒരു അറിവില്ലല്ലോ, നിങ്ങളുടെ ഫാമിലി ഒക്കെ എവിടെയാണ്, എല്ലാവരും എന്തോ ഒരു അപ്ഡേറ്റും തരുന്നില്ലല്ലോ ബ്രോ, എന്ത് പറ്റിയതൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കണ പോലല്ല ഗൈസ്, ഭയങ്കര ടഫായിരുന്നു കേട്ടോ എന്റെ ലൈഫ്. കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ ഡൗൺ ആവുന്നു, ഞാൻ ഫിനാൻഷ്യലി ഡൗൺ ആവുന്നു. ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആയി കഴിയുമ്പോഴേ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ഒക്കെ അങ്ങ് പോകും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗൈസ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പൈസ ഇല്ലെങ്കിലേ ഒരു പട്ടി നമുക്ക് വില തരത്തില്ല. എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം ഗൈസ്, നമ്മളെപ്പോഴും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എപ്പോഴും സെറ്റ് ആക്കിയിരിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ജോലി മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ അട്ടപ്പെട്ടെല്ലാം അങ്ങ് സീനായി പോകും. അത് എന്റെ ഒരു ഇതിൽ നിന്നാണ് ഞാൻ മനസ്സിലായി. ഞാൻ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടിരിക്കുമായിരുന്നു. അപ്പൊ യൂട്യൂബിന്റെ വരുമാനമൊക്കെ ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. കാരണം നമ്മള് പൈസ കിട്ടുമ്പോൾ നമ്മൾ വീട് വെക്കുന്നു, വീടൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഫുൾ പേയ്മെന്റ് വെച്ച്, അല്ലാണ്ട് EMI കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ കാറ് വാങ്ങുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മന്ത്ലി ആകുമ്പോൾ EMI കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് അടക്കമുള്ള എമൗണ്ട് ചില മാസം കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് മെന്റലി നമുക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്റെ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ എന്റെ വ്ളോഗിനകത്ത് എന്റെ പൈസ ഒട്ടും ഇല്ലാണ്ട് അമ്മയുടെ മാല വാങ്ങി പണയം വെച്ചിട്ടുണ്ട്. എന്റെ കയ്യില് വളയും ഒന്നും ഇപ്പൊ നോക്കിയാൽ കാണത്തില്ല, വളയും എന്റെ മാലയൊന്നും കാണാം. കാരണം ഞാൻ അതൊക്കെ പണയം വെച്ചിരിക്കുവോ വയസ്സ്, ഇപ്പോഴും പണയം വെച്ചിരിക്കും, അതൊക്കെ അവിടെ തന്നെ ഇരിക്കുവോ. ഞാൻ ഓപ്പൺ അടിച്ച് പറയുവാട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്റെ ഓഡിയൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു 5-6 വർഷമായി യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യം അറിയാം, അതുകൊണ്ട് ഞാൻ ഓപ്പൺ അടിച്ച് ജസ്റ്റ് ഈ കാര്യമൊക്കെ പറയണമെന്നില്ല. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഡൗൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും കഴിയും. ആ സമയത്ത് എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറെ വഴികൾ നമ്മളിങ്ങനെ ഓടി കിടന്ന് നോക്കും. പിന്നെ എന്റെ പണി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ലേ, അപ്പൊ അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു വർക്കാണ് എനിക്ക് വേണ്ടത് എഫിഷ്യന്റ് ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കി, ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ കാര്യം നോക്കി, കുറെ എവിടുന്നൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ നോക്കി. അപ്പൊ ട്രേഡിങ്ങിന്റെ കാര്യം എനിക്ക് പണ്ടോട്ടെ ഇൻട്രസ്റ്റ് ആക്കാം. ഞാൻ നോക്കുമ്പോൾ കുറെ ആൾക്കാർ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഫ്രണ്ട് ഇരിക്കുന്നു, ചാർട്ട്സ് നോക്കുന്നു, കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു, കുറെ പൈസ ഉണ്ടാക്കണം. ഞാൻ പക്ഷെ വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ഡൗണും കാര്യങ്ങളും സീനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി കൂടെ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പതിയൊക്കെ യൂട്യൂബിൽ ഓരോന്നൊക്കെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കത്തില്ല, മാനിഫെസ്റ്റേഷൻ ആണ് എന്താണ്, എന്തോ ഒരു ഹയർ സോഴ്സ് എന്നുള്ള ഒരു കോളാണ്, എന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ പോലീസായിരുന്നു. ഞാൻ കാണുമ്പോഴത്തോട് പുള്ളി പോലീസാണ്. ഇപ്പൊ പുള്ളി പോലീസ് ഒന്നല്ല, ഇപ്പൊ ട്രേഡർ ആണ് പുള്ളി. അപ്പൊ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത്, പുള്ളി ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തായിരുന്നു, ഇൻഡിക്കേറ്റർ. അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചു. അപ്പോഴാ പറഞ്ഞാ ഞാനിപ്പോ പോലീസിൽ നിന്നൊക്കെ റിട്ടയർ ആയി, ഇപ്പൊ ഞാൻ ഫുൾ ടൈം ട്രേഡിങ്ങിലാണ്. റിട്ടയർ അല്ല, അവിടുന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഫുൾ ടൈം ഇപ്പൊ 10-12 വർഷമായിട്ട് ട്രേഡിങ്ങിലാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രോ ഞാനും ട്രേഡ് പഠിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അടവട്ടെല്ലാം മൂഞ്ചിരിക്കുവോ ബ്രോ, എന്ത് ചെയ്യുമെന്ന് അറിയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറയാം, എടാ സഞ്ജു ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് നമുക്ക് ട്രേഡിങ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ പറ്റും, പിന്നെ നീ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിച്ചു പോയി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് ഞാൻ ഇപ്പൊ 1-2 മാസമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് പഠിക്കാൻ തുടങ്ങിയിട്ട്. പുള്ളിക്കാരൻ എനിക്ക് ഡയറക്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മലയാളത്തിലുള്ള കുറെ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ നോക്കി ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ച്. ആദ്യം ഞാൻ സ്റ്റോക്സിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്, പിന്നെ ഓപ്ഷനിലാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ നോക്കി, പുള്ളിയുടെ കൂട്ടത്തിൽ ഇരുന്ന ആ ടൂളും കൂടെ ഞാൻ നോക്കി ഇങ്ങനെ ട്രേഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇത്ര നാളെ. അപ്പൊ ഏറ്റവും ദിവസം പൈസ കിട്ടി. അത് കഴിഞ്ഞ് ലോസും കാര്യങ്ങളൊക്കെ വന്ന് 9,000, 10,000, 12,000 ഒക്കെ എനിക്ക് ലോസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോ എന്ന് പറയുമ്പോൾ നമ്മള് മൈൻഡൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കണം. അതല്ല ഓവറായിട്ട് നമ്മൾ ട്രേഡ്, ഇപ്പൊ കുറച്ച് പൈസ പോയി, അപ്പൊ നമ്മളത് പിടിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ച് ഓവർ ട്രേഡിങ് എന്ന് പറയും, തിരിച്ച് ട്രേഡ് ചെയ്യുക. അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ആദ്യം ഇല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്റെ മെൻഡറാ. അപ്പൊ പുള്ളിക്കാരൻ കൂട്ടത്തിരുന്ന് വെച്ചും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല പുള്ളി. ഇപ്പൊ എനിക്ക്
പറഞ്ഞു തരും ഇതുപോലെ, എടാ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യലും ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഒരു ദിവസം നമ്മൾ 3 ട്രേഡ് എടുക്കാവുള്ളൂ. അങ്ങനെ ഇപ്പൊ ഗൈസ് ഫുൾ ടൈം ഞാൻ ട്രേഡിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് അതിന്റെ ഒരു സംഭവം മനസ്സിലായി, എവിടുന്നേലും പൈസ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ട്രേഡിങ്ങിൽ ഫുള്ള് ഞാൻ അവിടെ അതേന്ന് പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. ഇപ്പൊ 2 മാസമായി ഞാൻ എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗൈസ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈഫ് എന്ത് ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും ഞാൻ കാണിക്കുമെന്ന്. അപ്പൊ അതേപോലെ തന്നെ എന്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് ചാനൽ ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണത്, ഏതൊക്കെ ടൂൾ എങ്ങനെയാണ്, അപ്പൊ എന്റെ സെറ്റിങ്സ് ആണ് അതിന്റെ കാര്യമൊക്കെ എന്റെ ലൈഫിൽ നടക്കുന്ന ട്രേഡിംഗ് ജേണി കാണിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അതിൽ നിന്ന് 10,000 രൂപയൊക്കെ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് 8,000 രൂപ റേഞ്ചിലോട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം മൊത്തത്തിൽ മൂഞ്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരു സാധനം ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിനെ മാസ്റ്റർ ചെയ്ത് നമ്മളൊരു സാധനം പഠിച്ച് കഷ്ടപ്പെട്ട് അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കും. അപ്പൊ നമുക്കൊരു സന്തോഷം വരും. ആ സന്തോഷം ഞാൻ ആൾക്കാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ റീൽ വിട്ട് യൂട്യൂബിലും ഒക്കെ എല്ലാ സ്ഥലത്തും വിട്ടു. എന്റെ ആളിയ വൻ നെഗറ്റിവിറ്റി, ആൾക്കാർക്ക് ഇത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഞാനെന്തോ ഉടായിപ്പ് പ്രൊമോഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്, ആൾക്കാരെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ്. ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്, കാരണം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ എൻ്റെ പാസ്റ്റിൽ കുറേ ബെറ്റിംഗ് ആപ്സ് അതുപോലെ തന്നെ ഗ്യാംബ്ലിംഗ് ആപ്സ് ഒക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെ. അറിഞ്ഞു ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞില്ല ഈ കുറച്ച് നാൾ മുമ്പുള്ള എൻ്റെ ഞാൻ അതപ്പതിച്ച് 3G അടിച്ചിരിക്കുന്ന സമയത്ത് പൈസ എന്ന് പറഞ്ഞ സാധനമില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഗ്യാംബ്ലിംഗ് ആപ്പൊക്കെ ആപ്പ് അങ്ങ് ചെയ്യുക ആ മൈൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യം ഒന്നും അങ്ങനെ ആ മൈൻഡിലൊന്നും അല്ല, ഇൻഫ്ലുവൻസറാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ വേറെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നു, അപ്പൊ ഞാനും ചെയ്യുന്നു. ആ മൈൻഡിലൊക്കെ ആയിരുന്നു ഏറ്റവും ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനമൊക്കെ ആയപ്പോൾ ഗൈസ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പറഞ്ഞില്ല ആ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്ന ചില ആപ്ലിക്കേഷന്റെ പ്രൊമോഷൻ. ഈവൻ ഗൈസ് ഓരവസ്ഥയിൽ ഞാൻ തന്നെ ഗ്യാംബിൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്യാംബ്ലിംഗ് ആപ്സ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ തന്നെ എനിക്ക് ചില സ്ഥലത്ത് ഭയങ്കര ഷോർട്ടേജ് വരുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് പൈസ ഇടും, എനിക്ക് കുറച്ച് പൈസ കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പൈസ ഇടും, ഉള്ള പൈസ എല്ലാം എന്റെ പോകും. പൈസ കിട്ടുകയും ചെയ്യും, എന്നാൽ പൈസ കൂടുതലായിരിക്കും പോകുന്നത്. ഇതൊക്കെ നമ്മുടെ മൈൻഡിന്റെ കളിയാണ്, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇത് കളിച്ചാൽ കിട്ടും, പക്ഷെ നമുക്കതൊന്നും പറ്റണ കാര്യമില്ല. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. ഇപ്പോഴും പറയാം, എന്റെ മനസ്സിൽ തൊട്ട് പറയുവാണ് ഞാൻ കാണിച്ചത് വൺ റോങ് ആണ്. ബാഡ് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്കൊക്കെ ഞാൻ തന്നിട്ടുള്ളത്. ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഒക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് അതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും റിഗ്രറ്റ് ഉണ്ട്. ഞാൻ കാണിച്ച വൻ തെറ്റാണ്. ഐ ആം റിയലി സോറി ഗൈസ്. ശരിക്കും ഞാൻ ഓപ്പൺ അടിച്ച് നിങ്ങളോട് ഒരു അപ്പോളജി പറയാണ്, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാണ്. ഐ ആം റിയലി സോറി. ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ്. ചില ആൾക്കാർക്കൊക്കെ ലോസ് ഉണ്ടായപ്പോൾ അവർക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്ക് അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാനും മനസ്സിലാക്കിയത്. അതെൻ്റെ ചിലപ്പോൾ കർമ്മയായിരിക്കും ഗൈസ്. കർമ്മ ഈസ് എ ഫക്കിംഗ് ബിച്ച്. അത് തിരിച്ചടിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ആയിരിക്കാം. അത് ഞാനും ആ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്. അതുകൊണ്ട് ഗൈസ് എൻ്റെ നെഞ്ചി തൊട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് മുതൽ ഗ്യാംബ്ലിങ്ങോ ബെറ്റിങ്ങോ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ചാനലാകട്ടെ എവിടെ ആകട്ടെ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുവാണ്, ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇനി ചാകണ വരെ ഞാൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യത്തില്ല. കാരണം അത് ബാഡാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ശരിക്കും അത് ക്രെഡിബിലിറ്റി പോണ ഒരു സാധനം കൂടെയാണ്. അത് എനിക്ക് ഞാൻ ആ ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോഴും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ക്രെഡിബിലിറ്റിനെ ബാധിച്ചപ്പോഴുമാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ ഗ്യാംബ്ലിങ്ങും ബെറ്റിങ്ങും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വിശ്വാസം എന്നുള്ള സാധനം ആൾക്കാർക്ക് പോവും, ക്രെഡിബിലിറ്റി. അത് പോയപ്പോഴാണ് റീസെൻ്റ്ലിയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. കാരണം മൂഞ്ചൊരു അവസ്ഥ വന്നേച്ചും കരകയറി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഈ ട്രേഡിങ് പഠിച്ച് അതിൽ നിന്ന് കുറച്ച് പൈസ പോയി. ഇപ്പോൾ പക്ഷേ ഞാൻ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഹാപ്പി ആയിട്ട് ലൈഫ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ട്രേഡൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ ട്രേഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണെങ്കിലും ഞാൻ എൻ്റെ ട്രേഡിങ് ചാനലിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് കിട്ടുന്ന പൈസയുടെ കാര്യമാണെങ്കിലും ഞാൻ പുറത്ത് ഓഡിയൻസിനോട് പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസമാകുന്നില്ലെന്ന്. അതെന്നെ ഡീപ്ലി ഭയങ്കരമായിട്ട് അതെന്നെ ഹേർട്ടാക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലായിരുന്നു നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പം സംഭവം എനിക്ക് മനസ്സിലായി, വെരി ബാഡാണ് ഗൈസ്. ഞാൻ ചെയ്തത് ബാഡാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, റിയലി സോറി ഗൈസ്. പ്രോമിസ് ഇനി ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഓക്കെയാണ്.
എനിക്ക് ഈ അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കറണ്ട് ജോബിനെ വെച്ചിട്ട് സ്യൂട്ടബിളും ആണ്. കാരണം ഞാൻ ട്രേഡിങ് രാവിലെ ഒരു 10:15 തൊട്ട് 9:15 തൊട്ട് ഒരു 10:15 വരെ എഴുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള ടൈം വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ടൈം ഫ്രീയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വ്ളോഗൊക്കെ ചെയ്ത് എനിക്ക് നടക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കറക്റ്റ് ഒരു ജോബിന് പറ്റിയ ഉള്ള ഒരു സൈഡ് റവന്യൂ ആണ് ഇപ്പം ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഈ റീസെൻ്റ്ലി ഇത്ര സന്തോഷം എനിക്ക് വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പം 2 മാസമായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് വലിയ നോളജ് ഒന്നും ഇല്ല കേട്ടോ, തുറന്നു പറയാമല്ലോ. വലിയ നോളജ് ഒന്നും ട്രേഡിങ്ങിൻ്റെ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മെൻറ്റർ, എൻ്റെ കൂട്ടുകാരനെ, പുള്ളി പ്രൊമോഷൻ വന്നത്. അപ്പോൾ ആ ടൂൾ, നമ്മളൊരു ടൂളുണ്ട്, ആ ടൂളിനകത്ത് ട്രേഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കാണിച്ചു തരും. ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ പറയുമോ, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ കുറച്ച് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പം നമുക്കിങ്ങനെ കുറേ എനിക്ക് അതിലോട്ട് ഇറങ്ങി സമയം കളയാണ്ട് തന്നെ എനിക്ക് ഈ ടൂള് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അത് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ടൂളിൽ ഫുള്ളി ഡിപ്പെൻഡ് ആയിട്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു ട്രേഡ് എടുത്തിട്ട് എനിക്ക് സത്യം പറയാമല്ലോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ 1 മില്യൺ അടിച്ച സന്തോഷം. അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ആദ്യം 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അത് ഭയങ്കര പ്രൈസ്ലെസ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷമാണ് ഗൈസ്. നമുക്ക് നമ്മളായിട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വരും. ആ സന്തോഷം എനിക്ക് ഇന്നലെ ഉണ്ടായി ഗൈസ്. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ പ്രോഫിറ്റ് നോക്കിയേ. എന്റെ മോനെ, അച്ഛാ, അമ്മ, നിങ്ങടെ എന്റെ പ്രോഫിറ്റ് നോക്കിയേ. ഇന്നത്തെ എത്രയാണ്? 24,519 രൂപ കിട്ടി. അപ്പൊ ഗൈസ് അണ്ണാ ഇത് പ്രോഫിറ്റ് നോക്കിയെന്താ. അപ്പൊ ഇത്ര മതി, നമുക്ക് ഇന്ന് എക്സിറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ സ്വൈപ്പ് 24 പിടിച്ച് ഇന്ന് പിടിച്ച്. എനിക്ക് ഇത്ര നാളെ കിട്ടിയെന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ 24,000 രൂപ. അച്ഛൻ ഞാൻ പറഞ്ഞ ട്രേഡിങ് വേറെ മൂടാണ്. കണ്ട നാളെ തന്നെ ട്രേഡ് ചെയ്തോ മോനെ. എന്റെ മോനെ ഗൈസ് അടിപൊളിയായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഇന്ന് മറ്റേ യുദ്ധം നടക്കുമെന്ന് പറഞ്ഞ ന്യൂസ് വന്നപ്പോഴേ ഞാൻ ഓർത്ത് മൊത്തം താഴത്തായിരിക്കും. എങ്ങനെയുണ്ട്? ചേച്ചിയോട് പറഞ്ഞേക്കെ, ഞാൻ ചേട്ടനോട് ട്രേഡ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞാടാ ഇതൊക്കെ സീനാണെന്നൊക്കെ ചേട്ടനോട് പറഞ്ഞായിരുന്നു. ചേച്ചിയോട് പറഞ്ഞേക്കണം കേട്ടോ ഇന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ്. ചേച്ചി പൊക്കത്തിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. ട്രേഡിങ്ങിന് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇന്ന് എത്രയാണ് നോക്കിയേ? 24,000 കിട്ടി. 24,315 നമുക്ക് നീട്ടിയ കാര്യം പറയട്ടോ. എനിക്കിവിടെ കോരിത്തിരിച്ചിട്ട് നിൽക്കാൻ പോല 24,000 രൂപ ബാങ്കിൽ കിട്ടാൻ പോലും കിട്ടത്തില്ല ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ്. അത് ഞാന് ഇതെങ്ങനെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കും? ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നൊക്കെ പറയത്തില്ല ട്രേഡിങ്ങിൽ. ഈ ഇമോഷൻ പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ ഗൈസ്. ആദ്യമായിട്ടോ കുറച്ച് നേരം കൊണ്ട് 24,000 രൂപ ഉണ്ടാക്കുന്നത്. ഞാൻ ആറടാ ഓനെ ഗൈസ്. സത്യം പറയാലോ, ഇപ്പോഴാണ് സത്യം പറയാം എനിക്കൊന്ന് ശ്വാസം വീണത്. എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ആയി തുടങ്ങി. കാരണം എനിക്ക് പോയ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും, ലൈഫ് അടിപൊളിയായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സാധനം തിരിച്ചു വന്നത് ഇപ്പോഴാണ്. എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് എൻ്റെ ട്രേഡിംഗ് ആണ്. യൂട്യൂബ് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന സാധനം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അത് ട്രേഡിംഗ് ആണെന്ന് നമ്മുടെ റിയലൈസേഷൻ ഉണ്ടായ, ദാറ്റ് ഈസ് എനിക്ക് ട്രേഡിംഗ് ആണ് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായ എനിക്ക് ഇപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും പറയുമല്ലോ നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് അറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് അറിയത്തില്ല, നമ്മൾ എവിടെയാണ് രക്ഷപ്പെടാൻ പോകുന്ന റിയലൈസേഷൻ ഉണ്ടാകാൻ സമയം എടുക്കുമെന്ന്. എൻ്റെ ആദ്യത്തെ റിയലൈസേഷൻ ഞാൻ യൂട്യൂബിലോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു. അതേ ഫീൽ, അതേ ഒരു സാധനമാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴേ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ രക്ഷപ്പെടാൻ ഇനി അങ്ങോട്ട് പോകുന്നത് ഞാൻ ട്രേഡിങ്ങിലായിരിക്കും.
ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. ഞാൻ എന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എന്ത് പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കുന്നു അത് നടന്നിട്ടേ ഉള്ളു. അത് നമ്മൾ പൂർണ്ണ മനസ്സോടെ നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ടിപ്പ് പോലെ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പൂർണ്ണ മനസ്സോടെ അത് വിശ്വസിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടിയേ തീരും. അതൊരു ലോ ഓഫ് അട്രാക്ഷനാണ്. ഞാനത് വർക്കൗട്ട് ചെയ്യാറുള്ളതുമാണ്. ഇടയ്ക്ക് വെച്ച് നമുക്ക് ടെൻഷനൊക്കെ ആകുമ്പോൾ ഈ സാധനമൊന്നും നടക്കത്തില്ല. ശരി, നമ്മുടെ പിടിവള്ളി വിട്ടു പോകുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കും. പക്ഷേ നമ്മൾ അതിലൊന്നും തോറ്റു കൊടുക്കരുത്. ഏതെങ്കിലും ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരും. അങ്ങനെ എൻ്റെ ലൈഫ് ഇപ്പോൾ വഴി തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഗൈസ്. ട്രേഡിങ് ഞാൻ അത്യാവശ്യം ഇപ്പം നല്ലപോലെ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മാസം പറ്റേ ആകുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഓവർ കോൺഫിഡൻ്റ് ആണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫാൻറ്റസിയിലാണ് നീ ജീവിക്കുന്നത്. നമ്മൾ ട്രേഡിങ്ങിലോട്ട് വന്നെ എന്തിനാ ഗൈസ്? പൈസ സമ്പാദിക്കാനാണ്. അതിപ്പോൾ ടൂൾ വെച്ച് ഞാൻ യൂസ് ചെയ്ത് സിംപ്ലി ഉണ്ടാക്കിയാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയാലും കുറേ നാൾ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാൽ മതി പൈസ. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ മെൻറ്റർ ഉണ്ടാക്കിയ ടൂൾ വെച്ചിട്ട് എനിക്ക് പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ആ കാര്യമൊക്കെ ഞാൻ ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ അതും ഞാൻ പ്രൊമോഷൻ ആണെന്ന് പറയുമ്പോൾ എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട്. പിന്നെ കാര്യം നമ്മുടെ പ്രോഫിറ്റ് ഫേക്ക് ആണെന്നൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് എൻ്റെ സെറോദയുടെ അക്കൗണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് P&L ഉണ്ട്. അതിനകത്ത് കമ്പൈൻ കൊടുക്കണം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അതിൽ ഞാൻ ഈ ആഴ്ച ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മൺഡേ 5 തൊട്ട് 8 തീയതി വരെയുള്ള സാധനം കാണിച്ചു തരാം. നോക്കിക്കോണേ ഗൈസ്. കണ്ട 5 തീയതി തൊട്ട് 8 തീയതി വരെയുള്ള പ്രോഫിറ്റാണ് 42.52K, 42,500. കണ്ട ഗൈസ്, നോക്ക് ഇത് ഞാൻ ചെയ്തതാ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഫേക്ക് ആണെന്ന് പറയുമ്പോൾ നമുക്ക് പൊളിയും. അത് വേറെ കാര്യമാണ്. പിന്നെ ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ, ഒരു 3-4 വർഷം ആൾക്കാരിങ്ങനെ നമ്മൾ ട്രേഡിംഗ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന അറിവുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടൂളിനകത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ടൂള് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നോർമലി കുറേ ആൾക്കാരുടെ ജോലി പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോഴ്സും കാര്യങ്ങളൊക്കെയാണല്ലോ സെല്ല് ചെയ്യണം. ഈ ട്രേഡേഴ്സ് എനിക്കറിയത്തില്ല, ഞാൻ ട്രേഡിംഗ് ഫീൽഡിൽ പുതിയ, അതുകൊണ്ടാണ് ഈ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, വലിയ ട്രേഡേഴ്സ്, അവരുടെ അറിവുകൾ ഇങ്ങനെ ഒരു ക്ലാസ് പോലോ ഇങ്ങനെ ട്രേഡിംഗ് കോഴ്സ്, അതിന് അവരിങ്ങനെ പൈസയും വാങ്ങും. എന്നിട്ട് അവർ ഓരോ ക്ലാസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ടൂൾ ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ക്ലാസിന്റെ ആവശ്യം ചിലപ്പോൾ വരത്തില്ല. അപ്പൊ ഇനി അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആൾക്കാർ ഇനി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയണം. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചാർട്ട് കണ്ട പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഒരു ട്രേഡിംഗ് ഇൻഫ്ലുവൻസർ അവന്റെ ഒരു ചാർട്ട് കാണിച്ചിരിക്കുക. ഇങ്ങനെയായിരിക്കും ചാർട്ട് പോകുന്നത്. റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിന്റെ ചാർട്ടാണ്. അത് നോക്കി അറിയാം, ഒരു വരയും കുറിയില്ല. ഈ ടൂള് നമുക്ക് കറക്റ്റ് ആയിട്ട് എൻട്രി പോയിന്റ് എവിടെയാണെന്ന് കാണിച്ചു തരും, എങ്ങോട്ടാണെന്ന് പോകണമെന്ന് കാണിച്ചു തരും. കണ്ടില്ല ഗൈസ്, ഈ വർഷങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുക്കുന്ന സാധനം നമ്മുടെ ടൂള് എളുപ്പത്തിൽ കാണിച്ചു തരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ കുറ്റം പറയുന്ന ട്രേഡേഴ്സ് ആണെങ്കിൽ അവരാണെങ്കിലും ഒരു വട്ടം പോലും ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. എന്നിട്ട് കിടന്നു വെച്ചാൽ എന്നെ കുറ്റം പറയും. നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ വലിയ ഏതെങ്കിലും ഒരു ട്രേഡറോ അല്ലെങ്കിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു വട്ടം ആ ടൂളൊന്ന് യൂസ് ചെയ്ത് സത്യസന്ധമായിട്ട് നിങ്ങളൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ബാഡ് ആണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ടൂളിൻ്റെ പൈസ അങ്ങോട്ട് ഞാൻ നിനക്ക് തരാം. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനത് യൂസ് ചെയ്ത് എൻ്റെ ലൈഫിൽ വർക്കൗട്ട് ആയതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഒരു വട്ടമെങ്കിലും ജെന്യുവനായിട്ട് ഒരാൾ ആ ടൂൾ യൂസ് ചെയ്തിട്ട് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞു, സന്തോഷമായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ കുറേ ആൾക്കാരോട് എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു, ഗൈസ് എനിക്കിതാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും, നിങ്ങൾ വേണമെങ്കിൽ ടൂൾ വാങ്ങി യൂസ് ചെയ്തോളാം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങളെ ഒരു കാര്യം ആലോചിച്ചു, എനിക്ക് എന്ത് കഴിവുള്ള നിങ്ങൾ തന്നെ പറയാം. എനിക്ക് എന്ത് കഴിവുള്ള, ഞാൻ വേറെ ജോലിക്കൊന്നും പോകത്തില്ല, ക്യാമറ പിടിച്ച് സംസാരിക്കാൻ അറിയാം, ഇവിടെയൊക്കെ രാവിലെ മൊത്തം കറങ്ങി നടക്കുന്നത്, ഇതാണ് എൻ്റെ പണി. എനിക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല. ഈ കഴിവില്ലാത്ത ഞാൻ ട്രേഡിങ്ങിൽ എനിക്ക് ഇന്നലെ 24,000 രൂപ ഉണ്ടാക്കാമെങ്കിൽ എന്നെപ്പോലത്തെ അല്ലെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ആൾക്കാർക്കൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
രക്ഷപ്പെടാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടൂള് തന്നെ വാങ്ങി രക്ഷപ്പെടണം, ട്രേഡിംഗ് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രേഡിംഗിൽ ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ട്രേഡിംഗ് എന്ന് റിയലൈസേഷൻ ഉണ്ടായ ഒരാളെന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സംഭവം നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യണ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് പഠിച്ച ഒരാളാണെങ്കിൽ തന്നെ ഇത്ര വർഷം എടുത്ത് ചിലവർ ഈ പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനം വർഷങ്ങളോളം പഠിച്ചെടുത്ത് ഇങ്ങനെ അത് ചെയ്യാറുണ്ട്. അതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തു, നിങ്ങളുടെ മെത്തേഡ് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ കുറെ ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂളിൻ്റെ കാര്യം പറയണത്. ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾ ആരും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ആ ടൂള്. എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഇത്തിരി ഉയർച്ച കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധനമാണെന്ന് തോന്നിയുകൊണ്ട് ഞാനത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തുറന്ന് എക്സ്പ്രസ് ചെയ്തതാണ്. പിന്നെ പുള്ളിക്കാരൻ അത് പ്രൊമോഷന് വേണ്ടി തന്നെയാണ് എൻ്റെ അടുത്തോട്ട് വന്നത്. എൻ്റെ ലൈഫ് സെറ്റായ ഒരു സാധനം മറ്റുള്ള ആൾക്കാരിലോട്ട് അവർ ലൈഫ് സെറ്റ് ആകട്ടെ എന്ന് കരുതിയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ ഒരാവശ്യമില്ല ഗൈസ്, നിങ്ങൾ വാങ്ങേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം, എൻ്റെ എക്സ്പീരിയൻസ്, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അതെല്ലാം ഞാൻ എൻ്റെ ട്രേഡിംഗ് ചാനലിനകത്ത് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ഇടയ്ക്ക് സമയമുള്ളപ്പോൾ ഇടുന്നതാണ്. ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ കൊണ്ടുവച്ച സാധനങ്ങളാണെങ്കിലും സഫർ ചെയ്ത സാധനങ്ങളാണെങ്കിലും തിരിച്ചു പറ്റും. ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇപ്പം എൻ്റെ ലൈഫിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. ഞാനൊരു പ്രോ ട്രേഡർ ആകുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞത് 1 മില്യൺ അടിച്ചിരിക്കും. അതേപോലെ ഞാൻ പറയുകയാണ്, ഞാനൊരു പ്രോ ട്രേഡർ ആയിരിക്കും ഗൈസ്. അതിൽ ഒരു സംശയമില്ല, ഞാനായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യും. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളൊരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴേ പല ആൾക്കാരും നമ്മുടെ കാലെ പിടിച്ച് വലിച്ച് താത്താനും, നമ്മളെ കുറ്റം പറയാനും, നമ്മളെ ചീത്ത പറയാനും, നമ്മളെ അധിക്ഷേപിക്കാനും, നമ്മളെ കള്ളനാക്കാനും പലതും ശ്രമിക്കും. അവരോട് ഞാൻ ഇത്ര പറയുള്ളൂ, എന്റെ മറുപടി എന്ന് പറഞ്ഞാൽ എന്റെ സക്സസിലൂടെ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതങ്ങനെ തന്നെ കണ്ടേച്ചാൽ മതി. ഇനി എന്നെ കുറ്റം പറയുന്നവരോട് ഇത് തന്നെ പറയത്തുള്ളൂ, എന്റെ സക്സസ്ഫുൾ ലൈഫ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടി.